നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ടോക്കൺ പ്രോസസ്സ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ടോക്കൺ പ്രോസസ്സിങ്ങിൽ ഒരു ടോക്കൺ ഉണ്ട്. ആ ടോക്കൺ ചൂസ് ചെയ്തു. ആ ടോക്കണിൽ റിട്ടേൺ എന്ന് പറയുന്ന ആക്ഷൻ ചൂസ് ചെയ്തു. അവിടുന്ന് നമ്മൾ റിട്ടേണിൻ്റെ റീസൺ ചൂസ് ചെയ്തു. ദെൻ അപ്പോൾ റിട്ടേൺ ടോക്കൺസിൽ വന്നിട്ടുണ്ടാവും ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് റിട്ടേൺ ടോക്കൺ ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ആക്ഷൻ ഒഴിവാക്കാനും പറ്റും ടോക്കണെ. അതും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. റിട്ടേൺ ടോക്കൺസ് എന്ന് പറയുന്ന ടേബിൾ ചേഞ്ച് ചെയ്യാം ടോക്കണിൻ്റെ. ഇവിടെ നമ്മൾ ചേഞ്ച് എടുത്തു. അവിടുന്ന് നമ്മൾ കസ്റ്റമർ വെയിറ്റിംഗ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. അപ്പോൾ നമ്മുടെ ടോക്കൺ റീഫ്രഷ് ആയി റിട്ടേൺ റീസൺ വെയിറ്റിംഗ് നൗ എന്ന് പറയുന്നത് വന്നിട്ട് അവിടുന്ന് നമുക്ക് ആ ടോക്കണെ വീണ്ടും കോൾ ചെയ്യാം. കോൾ ചെയ്യുമ്പോൾ ടോക്കൺ പ്രോസസ്സിങ്ങിലോട്ട് വരും. അവിടുന്ന് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോക്കൺ പ്രോസസ്സ് ചെയ്തോന്നായി. അവിടുന്ന് പിന്നെ നമ്മൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യും. ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ എമൗണ്ട് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ വെയിറ്റിംഗ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലോട്ട് ആ ടോക്കൺ എത്തിയിട്ടുണ്ടാവും. ഇവിടുന്ന് പിന്നെ സെവറൽ ആക്ഷൻസ് ഉണ്ട്. ഒന്ന് റിമാർക്സ് ആഡ് ചെയ്യാനാണ്. ഓക്കെ, നമ്മുടെ ഈ വില്ലേജ് പൊസിഷൻ എന്ന് പറയുന്ന സർവീസ് ഐറ്റത്തിന് റിമാർക്സ് ആഡ് ചെയ്തു. അവിടുന്ന് നമ്മൾ വീണ്ടും അത് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത റിമാർക്സ് ഷോ ചെയ്യും. ഇനി നമുക്കത് എഡിറ്റ് ചെയ്യണമെന്നാണെങ്കിൽ വീണ്ടും ആ റിമാർക്സിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വില്ലേജ് പൊസിഷൻ കൊടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ആ റിമാർക്ക് അപ്ഡേറ്റ് ആയി. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇൻവോയ്സ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇൻവോയ്സ് വ്യൂ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത എന്താണോ സർവീസ്, ആ സർവീസിൻ്റെ ഇൻവോയ്സ് കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് ആ ഇൻവോയ്സിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ വില്ലേജ് പൊസിഷനാണ്, അത് മാറ്റി വേറെ ഏതെങ്കിലും സർവീസ് ആയിട്ടാണ് അതിന് ഓപ്ഷനുണ്ട്. ദെൻ നമുക്കിവിടുന്ന് ആഡ് ന്യൂ ഐറ്റം ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കറണ്ട് ടോക്കണിൽ തന്നെ സർവീസ് ഐറ്റംസ് ആഡ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ വീണ്ടും അഗൈൻ ഒരു വില്ലേജ് റിലേഷൻഷിപ്പിൻ്റെ ഒരു സർവീസും കൂടി ചെയ്യുവാണ്. അങ്ങനെ അപ്ഡേറ്റ് ഐറ്റം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് മാറി 50 ആകും. ദെൻ അതിൻ്റെ ഇൻവോയ്സ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഇൻവോയ്സ് വേണം നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. ഇതാണ് ആ കറണ്ട് യൂസറിൻ്റെ ഇൻവോയ്സ്. ദെൻ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻവോയ്സായി. ഇനി ക്യാൻസൽ വീണ്ടും നമ്മൾ വെയിറ്റിംഗ് ഫോർ പേയ്മെൻറ്റിലോട്ട് വരും. അവിടെ എമൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും. ദെൻ നമ്മൾ RS ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ്സിലോട്ട് വന്നു. പേയ്മെൻറ്റ്സിൽ നിന്ന് നമുക്ക് എത്രയാണോ എമൗണ്ട്, ആ എമൗണ്ട് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്ന എമൗണ്ട് 30 ആണ്. ബാലൻസ് എമൗണ്ട് 20 ആയി. ഈ ഫുള്ളാണെങ്കിൽ ഫുൾ എമൗണ്ട്. ദെൻ അവിടെ നമുക്ക് കളക്ട് ടു ക്യാഷ് ആണോ ബാങ്ക് ആണോ അത് രണ്ടും കൂടിയാണോ എന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ബാങ്കാണ് ചൂസ് ചെയ്തത്. ബാങ്കിൽ നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടാണോ ആ അക്കൗണ്ട് ചൂസ് ചെയ്തു. അങ്ങോട്ട് നമ്മൾ കളക്ട് ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി ബോത്താണെങ്കിൽ ഇവിടെ നമ്മുടെ ബാങ്ക് ചൂസ് ചെയ്ത് ബാങ്കിൻ്റെ ലോട്ട് എത്ര എമൗണ്ട് ആണോ അത് ചൂസ് ചെയ്ത് പിന്നെ ക്യാഷ് എത്ര. പിന്നെ ക്യാഷ് ടെൻഡേർഡ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ നമുക്ക് തന്ന ക്യാഷാണ്. അത് കഴിഞ്ഞ് നമുക്ക് എത്രയാണ് റിട്ടേൺ അവർക്ക് കൊടുക്കേണ്ടത് അത് മാർക്ക് ചെയ്ത് കളക്ട് ക്യാഷ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ക്യാഷ്. അപ്പോൾ നമ്മുടെ വെയിറ്റിംഗ് ഫോർ പേയ്മെൻറ്റിൽ റീഫ്രഷ് ആയിട്ട് എമൗണ്ട് 0 വന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് ടോക്കൺ പ്രോസസ്സിങ് നടക്കുന്നത്.